ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റിപ്പബ്ലിക് ദിന പ്രൗഢിയിൽ രാജ്യം. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിന പരേഡ് ആവേശമായി. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെ നടക്കുന്ന വെല്ലുവിളികളെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന റാലി വർണ്ണാഭമായി. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പൂങ്കുന്നത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷം. പൂങ്കുന്നത്തെ കുപ്പിക്കഴുത്ത് പൊട്ടിക്കാൻ നടപടിയില്ലാത്തത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നു. തൃശൂർ നഗരത്തിൽ കഞ്ചാവ് വേട്ട. വഞ്ചിക്കുളം പാർക്ക് പരിസരത്ത് നിന്ന് 3 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാൽനട യാത്രക്കാരൻ കാറിടിച്ച് മരിച്ചു. ദേശീയപാത മണ്ണുത്തിയിൽ KSRTC ബസ്സിൽ കാറിടിച്ചതിനെ തുടർന്ന് ബസിന്റെ വീൽ ഊരിത്തെറിച്ചു. യാത്രക്കാരെ വലച്ച് പൈങ്കുളം റെയിൽവേ ഗേറ്റ്. അടിയന്തരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി അന്താരാഷ്ട്ര നാടകോത്സവം തുടരുന്നു. കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെയും പ്രിയ കഥാപാത്രങ്ങളെയും സമന്വയിപ്പിച്ച് അരങ്ങേറിയ നാടകം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ നടന്നു. ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്നു. മതത്തിനും ജാതിക്കും വർഗീയ നിലപാടുകൾക്കും അതീതമായ മതനിരപേക്ഷ മനസ്സാണ് ഇന്ത്യയുടെ സൗന്ദര്യമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയുടെ മതേതര മനസ്സിനെ മുറിപ്പെടുത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടെന്നും മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഭിന്നിപ്പുകളെ മതനിരപേക്ഷ മനസ്സുകളുടെ ഒന്നിപ്പിന്റെ ശക്തി കൊണ്ട് ചെറുക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യം, പരമാധികാരം, എല്ലാവർക്കും നീതി, സ്ഥിതി സമത്വം, ജനാധിപത്യം തുടങ്ങിയവയാണ്. പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന ഈ മഹത്തായ മൂല്യങ്ങളെ പൗരസമൂഹത്തിനാകെ ലഭ്യമാക്കുക എന്നതാണ് ഭരണകൂടത്തിന്റെ പരമപ്രധാനമായ ചുമതല. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആദ്യത്തെയും അവസാനത്തെയും പരിഗണന പൗരസമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരുടെ ഉന്നമനമാണ്. ഓരോ പദ്ധതിയും ആവിഷ്കരിക്കുമ്പോൾ, ഓരോ കർമ്മപരിപാടിയും വിഭവനം ചെയ്യുമ്പോൾ, ഓരോ ഫയലും തീർക്കാൻ വെക്കുമ്പോൾ അവശരായ നിരാലംബരായ നിസ്വരായ ജനവിഭാഗങ്ങളുടെ സർവതോന്മുഖമായിട്ടുള്ള പുരോഗതി ഉറപ്പുവരുത്തുകയാണ് ഏതു ഭരണകൂടവും ചെയ്യേണ്ടത്. കേരളീയർ എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വർഗീയ ലഹള പോലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ നാം അനുവദിച്ചിട്ടില്ല. അതാണ് നമ്മുടെ മതനിരപേക്ഷ നിലപാട്. ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. നമുക്ക് സ്വാതന്ത്ര്യവും പരമാധികാരവും നേടിത്തന്ന മഹാത്മാക്കളുടെ പാത പിന്തുടർന്ന് സത്യത്തിനും നീതിക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെ നടക്കുന്ന വെല്ലുവിളികളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് വെട്ടിമാറ്റിയതിൽ രാഷ്ട്രീയം കാണാതിരിക്കാനാവില്ല. ഗാന്ധിയുടെ നാമം വെട്ടിമാറ്റുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്റ്റേഡിയത്തിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെ 25 പ്ലറ്റൂണുകളും 3 ബാൻഡ് പ്ലറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മൊമന്റോ സമ്മാനിച്ചു. തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന റാലി വർണ്ണാഭമായി. ദേശീയ പതാകയും വർണ്ണ ബലൂണുകളും ത്രിവർണ്ണ തൊപ്പികളുമായി ദേശീയത വിളിച്ചോതുന്നതായി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന റാലി.
വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നുള്ള റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, ഭിന്നശേഷിക്കാർ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. സൈക്കിൾ റാലി, റോളർ സ്കേറ്റിംഗ്, കുട്ടികളും വനിതകളും അടങ്ങിയ കളരിപ്പയറ്റ സംഘങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ റാലിയുടെ മാറ്റുകൂട്ടി. കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മേയറുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ, കോർപ്പറേഷൻ സെക്രട്ടറി, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ റാലിയെ അനുഗമിച്ചു. സ്വരാജ് റൗണ്ട് ചുറ്റി തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ റാലി സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ റാലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രാജ്യതലസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നൃത്തച്ചുവട് വെച്ച് പഴയന്നൂർ സ്വദേശിയും പഴയന്നൂർ ചെറുകര ചാലയിൽ രാജുമോന്റെയും സിന്ധുവിന്റെയും മകളായ മീനാക്ഷി രാജാണ് നാടോടി നൃത്തത്തിൽ ചുവടുവെച്ചത്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ശ്യാമപ്രസാദ് മുഖർജി കോളേജിലെ വിദ്യാർത്ഥിയാണ് മീനാക്ഷി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷം. പൂങ്കുന്നത്തെ കുപ്പിക്കഴുത്ത് പൊട്ടിക്കാൻ നടപടിയില്ല. തൃശൂർ കുന്നംകുളം റോഡ് നവീകരണം ഏറെക്കുറെ പൂർത്തിയാകുമ്പോഴും ഈ റൂട്ടിൽ യാത്രാ ദുരിതം ഒഴിയുന്നില്ല. പൂങ്കുന്നം, മുണ്ടൂർ മുതൽ ഏഴാംകല്ല് വരെ, മഴുവഞ്ചേരി മുതൽ കേച്ചേരി വരെ എന്നിവിടങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. പലപ്പോഴും ഈ കുരുക്ക് കിലോമീറ്ററുകളോളം നീളാറുമുണ്ട്. പൂങ്കുന്നത്ത് MLA റോഡ് മുതൽ പൂങ്കുന്നം ജംഗ്ഷൻ വരെയാണ് കുരുക്ക് രൂക്ഷമാകുന്നത്. MLA റോഡ് ജംഗ്ഷനിലെത്തിയാൽ അതുവരെ 4 വരിയുള്ള റോഡ് 2 വരിയായി ചുരുങ്ങും. ഇരുവശത്തേക്കും 1 വരി മാത്രം. ഇവിടെ പലയിടത്തും റോഡിന് സ്ഥലം വിട്ടുകൊണ്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥലം ഏറ്റെടുക്കാനോ മറ്റിടങ്ങളിൽ വീതി കൂട്ടാനോ നടപടിയായിട്ടില്ല. ഇതിന് പകരമായി 2 വരി റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് കാനകൾ നിർമ്മിക്കുകയാണ്. റോഡ് വീതി കൂട്ടുമ്പോൾ ഈ കാനകൾ പൊളിച്ചു കളയുമെന്നാണ് വിശദീകരണം. കാന നിർമ്മാണം ദൂർത്താണെന്ന് തിരിച്ചറിയുമ്പോഴും സർക്കാർ കാര്യം മുറ പോലെ എന്നതാണ് ഇവിടത്തെ അവസ്ഥ. TCV, തൃശൂർ. തൃശൂർ വഞ്ചിക്കുളം പാർക്ക് പരിസരത്ത് നിന്ന് 3 കിലോ കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശി റാവുത്ത് നായിക്കിനെ തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. ബാഗിൽ 2 പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ KK സുധീർ, എക്സൈസ് മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത്, ഉമ്മർ, പ്രിവന്റീവ് ഓഫീസർ ഗിരീഷ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
മണ്ണുത്തി ഒല്ലൂക്കരയിൽ KSRTC ബസും പെട്ടി ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികനും ബസ്സിലുണ്ടായിരുന്ന 2 പേർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ കാർ യാത്രികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ബസ് യാത്രക്കാരെ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ KSRTC ബസിന്റെ പിൻവശത്തെ വീൽ ഊരിപ്പോയി. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. ഗോവിന്ദാപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ദിശ തെറ്റിയ ബസ്സിൽ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിച്ചു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാത പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാൽനട യാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. പേരാമ്പ്ര സ്വദേശി കോമ്പാത്ത് ഭാസ്കരനാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനാണ് ഭാസ്കരൻ. യാത്രക്കാരെ വലച്ച് പൈങ്കുളം റെയിൽവേ ഗേറ്റ്. അടിയന്തരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. ചെറുതുരുത്തി പൈങ്കുളം വഴി ചേലക്കരയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ കുടുങ്ങി ബുദ്ധിമുട്ടുന്നത്. രാവിലെ 10:30 കൂടി അടച്ചിട്ട ഗേറ്റ് 4 തീവണ്ടികൾ പോയി അരമണിക്കൂറോളം കഴിഞ്ഞാണ് തുറന്നത്. ഇതോടെ 2 ദിശകളിലുമായി 100 കണക്കിന് വാഹനങ്ങളിൽ വന്ന യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത്. ഇതിൽ 4 ബസ്സിലെ യാത്രക്കാരും വലഞ്ഞു. പല ബസ്സുകളും ഷൊർണൂരിൽ ഓട്ടം നിർത്തേണ്ട അവസ്ഥയുമുണ്ടായി. പൈങ്കുളം ഭാഗത്തേക്കാണെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വരാൻ വിസമ്മതിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ജോലിക്ക് പോകുന്നതിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഏകദേശം ഒരു പ്രാവശ്യം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ തന്നെ 3-4 വണ്ടികൾ പോകാം. ഒരു 20-25 മിനിറ്റ് വരെ, പലപ്പോഴും അരമണിക്കൂർ കൂടുതൽ വരെ നമുക്ക് ഗതാഗതം കുറിച്ച് പെടേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കൊരു മേൽപ്പാലത്തിൻ്റെ പുറത്ത് കാര്യങ്ങളൊക്കെ ആവേണ്ട സമയം ആയി വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടിയന്തരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചെറുതുരുത്തി. കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെയും അദ്ദേഹത്തിന്റെ പ്രിയ കഥാപാത്രങ്ങളെയും സമന്വയിപ്പിച്ച് അരങ്ങേറിയ നാടകം അണ്ടർ ദ മാംഗോസ്റ്റിൻ ട്രീ ഇറ്റ്ഫോക്ക് 2ാം ദിനത്തെ ശ്രദ്ധേയമാക്കി. ബഷീറിയൻ കഥന ശൈലിയോട് ഇഴചേരുന്നതായി ഈ നാടകാവതരണം. ബഷീറിന്റെ മതിലുകൾ, പാത്തുമായുടെ ആട്, പൂവൻപഴം, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക് തുടങ്ങി 10 കഥകളെ കൂട്ടിയിണക്കി അവയിലെ ചിരിയും ചിന്തയും പ്രേമവും കരുണയും നിഷ്കളങ്കതയുമെല്ലാം കാണികളുടെ മനസ്സിൽ വീണ്ടും ഉണർത്തുന്നതായി നാടകാവിഷ്കാരം. ബഷീറിന്റെ സ്വന്തം മാങ്കോസ്റ്റിൻ മരത്തണലും ചാരു കസേരയും അരങ്ങിൽ നിശബ്ദ സാന്നിധ്യമായപ്പോൾ ബഷീർ എഴുത്തുകാരനായും കഥാപാത്രമായും കഥാസന്ദർഭങ്ങളുടെ സാക്ഷിയായും നിറഞ്ഞു നിന്നത് വേറിട്ട ആസ്വാദ്യത പകർന്നു. മതിലിനപ്പുറത്തുള്ള നാരായണിയും പാത്തുമായുടെ ആടും എട്ടുകാലി മമ്മൂഞ്ഞും ഒറ്റക്കണ്ണൻ പോക്കറും മണ്ടൻ മുത്തപ്പയും ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയുമെല്ലാം ബഷീറിന്റെ കഥകളിൽ നിന്ന് അരങ്ങിൽ അണിചേർന്നപ്പോൾ അത് കഥയും കഥാകാരനും കഥാപാത്രങ്ങളുമായുള്ള അപൂർവ സംഗമവേദിയാവുകയായിരുന്നു. ദേശീയ നാടക വിഭാഗത്തിൽ ചെന്നൈ പെർച്ച് അരങ്ങിലെത്തിച്ച ഈ നാടകം രാജീവ് കൃഷ്ണനാണ് സംവിധാനം ചെയ്തത്. കൾച്ചറൽ ഡെസ്ക്, TCV. ആശയാവിഷ്കാരങ്ങളിലൂടെ ചരിത്രം രചിച്ച് ഇറ്റ്ഫോക്കിന്റെ 16ാം പതിപ്പ് KV വിജേഷിനെ അനുസ്മരിച്ചും അടയാളപ്പെടുത്തിയും അന്താരാഷ്ട്ര നാടകോത്സവം. അടിച്ചമർത്തപ്പെട്ടവരുടെ നിശബ്ദതയ്ക്ക് ആവിഷ്കാരങ്ങളിലൂടെ ശബ്ദം നൽകുന്ന നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തിൽ തുടങ്ങി പലസ്തീനിൽ നിന്നുള്ള ദി ലാസ്റ്റ് പ്ലേ ഇൻ ഗാസ എന്ന നാടകം വരെ എത്തി നിൽക്കുന്ന വ്യത്യസ്തതയാണ് ഇക്കുറി ഇറ്റ്ഫോക്കിനെ ശ്രദ്ധേയമാക്കുന്നത്. ഒപ്പം ചരിത്രത്തിലാദ്യമായി നാടക സ്കെച്ചുകളും വരകളും ഉൾപ്പെടെയുള്ള ഫോട്ടോ, ചിത്ര, പോസ്റ്റർ പ്രദർശനവും നാടകോത്സവത്തിന്റെ സവിശേഷതയാണ്. നാടക പ്രവർത്തകൻ ബാദൽ സർക്കാരിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനത്തിൽ ഇറ്റ്ഫോക്കിന്റെ പ്രാരംഭം മുതൽ പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്ത അന്തരിച്ച ഡിസൈനർ ശശി ഭാസ്കറിന് ആദരമർപ്പിച്ച്
അദ്ദേഹം രൂപം നൽകിയ ഇറ്റ്ഫോക്ക് പോസ്റ്ററുകളുമുണ്ട്. ഇതിനു പുറമെ നാടക പ്രതിഭകളായ ഗോപാലൻ അടാട്ട്, സജീവ് കീഴരിയൂർ, KV വിജേഷ് എന്നിവരുടെ നാടക സ്കെച്ചുകളും വരകളും ഇടം നേടി. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് നാടക സ്കെച്ചുകളുടെയും വരകളുടെയും പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. തിയേറ്റർ സ്കെച്ചസ് എന്ന് പറയുന്നൊരു രീതി, അങ്ങനത്തെ ഒരു അവലംബിക്കുന്ന മാർഗം ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ആദ്യമായിട്ട് തന്നെയാണ്. സാധാരണ നമ്മൾ ചിത്രകാരന്മാർ ചിത്രം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, പെയിൻറ്റിങ് ആയാലും ഡ്രോയിങ് ആയാലും. പക്ഷെ അന്ന് വ്യത്യസ്തമായിട്ട് തിയേറ്ററിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിൽ അടയാളപ്പെടുത്താം. അതിൻ്റെ വെളിച്ചത്തിൻ്റെയും നിഴലിൻ്റെയും ഒപ്പം ശൂന്യത, അപ്പം ഡയറക്ടർ കാണാത്ത ചില സ്ഥലങ്ങളിലേക്ക് ഈ കഥാപാത്രത്തിനെയും ബിംബങ്ങളിലൊക്കെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് തിയേറ്റർ സ്കെച്ചസ് ഉടലെടുക്കുന്നത്. പ്രദർശനം ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോഴും കാഴ്ചക്കാരുടെ ഉള്ളിൽ നോവായി മാറുകയാണ് KV വിജേഷിന്റെ വരകൾ. പാടിയും കൂടിയും നാടകത്തെ ആവേശവും ആഘോഷവുമാക്കിയ കലാകാരന്റെ ആകസ്മിക വിയോഗത്തിന്റെ ഞെട്ടൽ വിട്ടൊഴിയും മുൻപാണ് ഏറെ ആഗ്രഹിച്ച ഇറ്റ്ഫോക്ക് വേദിയിൽ അസാന്നിധ്യത്തിലും വിജേഷ് തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. വിജേഷിന്റെ 22 വരകളാണ് പ്രദർശനത്തിലുള്ളത്. വിജേഷ് കേരളത്തിൽ ഏറ്റവും വളരെ എനർജറ്റിക്കായ, നാടകത്തിൽ ഇത്തരം എനർജിയുള്ള ഒരാൾ ഈ കാലത്ത് ഇല്ല എന്നാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റവും വളരെ സജീവമായിട്ട് ആഘോഷത്തിൻ്റെയൊക്കെ താളത്തിൽ അദ്ദേഹത്തിൻ്റെ എനർജി കൊണ്ട് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. ആ ഒരു എനർജിയാണ് ശരിക്കും സത്യത്തിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടത്. ഭൂമിൻ്റെ പേരാണ് നാടകം, അത് തന്നെ മതി, ഒറ്റ വരികൾ മതി, നമ്മളെല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് എന്നുള്ള വലിയൊരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം നഷ്ടപ്പെടുന്നത്. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റ് ഇന്റർനാഷണൽ ആയി എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായിട്ട്, അത്രയും ആഘോഷത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത്രയും സന്തോഷവാനായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഴുവൻ ആളുകളെയും അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തിയേറ്റർ സ്കെച്ചസ് കാണാൻ വരണമെന്നുള്ളത്. അപ്പം അത്രയും സന്തോഷത്തിലായിരുന്നു അദ്ദേഹം. നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു മനുഷ്യനെയാണ്. നാടകോത്സവത്തിലെത്തി പാടിയും സൗഹൃദം പങ്കുവെച്ചും സ്ഥിരമിരിക്കാറുള്ള അക്കാദമി അങ്കണത്തിലെ മാവു മുത്തശ്ശിത്തറയിൽ ഏവരും തേടുന്ന ആ പ്രതിഭയുടെ സാന്നിധ്യം അറിയിച്ച് ഒരു കോർണർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം മായ്ച്ചാലും മായാത്ത ഓർമ്മകളുമായി വിജേഷ് എന്ന കാലാതീതനായ കലാകാരനെ അടയാളപ്പെടുത്തിയാണ് ഇറ്റ്ഫോക്ക് സാംസ്കാരിക നഗരിയിൽ അരങ്ങുവാഴുന്നത്. TCV തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാള മേഖലാ സമ്മേളനം നടന്നു. കേബിൾ ആൻഡ് ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. COA മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P. ആന്റണി, മാള മേഖലാ സെക്രട്ടറി CP പ്രദീപ്, ട്രഷറർ PS തുഷാരൻ, ജിജോ ജോസഫ്, MB രാജു, PL ജോണി, KCCL MD PP സുരേഷ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി CP പ്രദീപ്, വൈസ് പ്രസിഡന്റ് ജിജോ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി PM സുമേഷ്, ട്രഷറർ MB രാജു എന്നിവരെ തിരഞ്ഞെടുത്തു. കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. മുമ്പിലുണ്ടായിരുന്ന പ്രതിബദ്ധങ്ങൾ ഏഷ്യാനെറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഭാരവാഹികളടക്കം ആ ഓഫറുകൾ ഇവരുടെയൊക്കെ ഫ്രാഞ്ചൈസി ആവുന്ന ഒരു അവസ്ഥയാണ്. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടിയിൽ തെങ്ങ് കടമുറിഞ്ഞു വീണ് വീടിന്റെ ചുമരും പാരപ്പറ്റും തകർന്നു. BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കോമ്പൗണ്ടിൽ നിന്നിരുന്ന തെങ്ങാണ് കല്ലിങ്ങൽ പിടികയിൽ BVയുടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണത്. അപകടാവസ്ഥയിൽ നിന്നിരുന്ന തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് വീട്ടുകാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ തയ്യാറായിരുന്നില്ല. വാർഡ് മെമ്പർ NK കബീർ സ്ഥലം സന്ദർശിച്ചു. ഒരിടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മാള പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ വഴിയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. MCFൽ സ്ഥലമില്ലാത്തതാണ് കാരണം. ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ ബെയിലിംഗ് യന്ത്രം ഉപയോഗിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വഴിയോരത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. MCFലേക്ക് ശേഖരിക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മത്സ്യ മാർക്കറ്റിന്റെ മുൻവശത്തും പച്ചക്കറി മാർക്കറ്റിന്റെ അകത്തുമായി കൂട്ടിയിട്ടിരിക്കുന്നത്. ബെയിലിംഗ് യന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ 25% മാത്രമേ ആവശ്യമുള്ളൂ. പ്ലാസ്റ്റിക് കയറ്റിവിടുന്നതും കൂടുതൽ അളവിലേക്ക് മാറ്റാൻ കഴിയും. വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ബെയിലിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള 3 ഫേസ് കണക്ഷൻ എടുക്കാൻ പോലും പഞ്ചായത്ത് തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. വഴിയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് വേനൽക്കാലത്ത് കൂടുതൽ അപകടകരമാണ്. തീപിടിച്ചാൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ടെങ്കിലും യാതൊരു മുൻകരുതലും സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും നടപ്പിലായില്ല. MCF മാറ്റാൻ തീരുമാനമുണ്ടെന്ന് പറഞ്ഞാണ് മുൻ ഭരണസമിതി അടിസ്ഥാന സൗകര്യം ഒരുക്കാതിരുന്നത്. ഇപ്പോഴും MCFൽ വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. TCV ന്യൂസ്, മാള. മറ്റത്തൂർ പഞ്ചായത്ത് പ്രതിനിധികൾ ആനപ്പാന്തം ആദിവാസി ഉന്നതി സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളാണ് ആനപ്പാന്തം ആദിവാസി ഉന്നതി സന്ദർശിച്ചത്. ഉന്നതിയിലെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചോദിച്ചറിയുകയും അവർക്ക് ആവുംവിധം പരിഹാരം കാണുമെന്ന് ഭരണസമിതി അംഗങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിലെ ആദിവാസി പങ്കാളിത്തം, അഭ്യസ്ത വിദ്യർക്ക് ജോലി, വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ അടക്കമുള്ള വാഹന സൗകര്യം, കുടിവെള്ള വിതരണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ആദിവാസികൾ ജനപ്രതിനിധികൾക്ക് മുന്നിൽ ഉന്നയിച്ചു. ജോലിക്ക് പോകുന്ന മാതാപിതാക്കളുടെ ചെറിയ കുട്ടികളുടെ പരിപാലനത്തിനും അവർക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കുന്ന കാര്യം പഞ്ചായത്ത് ഗൗരവമായി പരിഗണിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ നൂർജഹാൻ നവാസ്, സുമ ആന്റണി എന്നിവരാണ് പ്രസിഡന്റിനോടൊപ്പം ഉന്നതിയിലെത്തിയത്. വേലൂർ കിരാലൂരിൽ അടഞ്ഞുകിടക്കുന്ന എണ്ണ നിർമ്മാണ കമ്പനി വളപ്പിൽ തീപിടുത്തം. 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. കമ്പനിയുടെ ഗോഡൌണിലും പറമ്പിലും ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കന്നാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കത്തിനശിച്ചു. തീ ജനവാസ കേന്ദ്രത്തിന് സമീപത്തേക്ക് പടർന്നു പിടിച്ചത് പരിഭ്രാന്തക്കിടയാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ റോഡരികിലെ സ്ലാബ് തകർന്ന് ലോറി ചെരിഞ്ഞു. കലുങ്ക് പാലത്തിന്റെ സ്ലാബാണ് നാഷണൽ പെർമിറ്റ് ലോറി കയറിയതിനെ തുടർന്ന് തകർന്നത്. ലക്കിടിയിൽ നിന്ന് കൊപ്പത്തേക്ക് അരി കയറ്റി പോവുകയായിരുന്നു ലോറി. എതിരെ വന്നിരുന്ന വാഹനത്തിന് വശം ഒതുക്കി കൊടുക്കുന്നതിനിടയിൽ റോഡരികിലെ സ്ലാബ് പൊട്ടി പിൻചക്രം കാനയിലേക്ക് താഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. ശ്രീനാരായണപുരം സ്വദേശിയിൽ നിന്ന് ഡൽഹി പോലീസ് ചമഞ്ഞ് 12 ലക്ഷം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വയനാട് കൽപ്പറ്റ സ്വദേശി ഷബീന മൻസിലിൽ വീട്ടിൽ മുഹമ്മദ് ഷബാബിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൽപ്പറ്റയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് നടത്തിയ പണം കൈമാറ്റം ചെയ്യുന്നതിനായി ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളെ പരിചയപ്പെടുത്തി കൊടുത്ത് കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് മുഹമ്മദ് ഷബാബിനെ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റൊരു പ്രതി വയനാട് സ്വദേശി മുഹമ്മദ് ഫസലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. MU ഗിരിജ ചന്ദ്രാപ്പിനി രചിച്ച പൂർണ്ണകായ പ്രതിമ എന്ന ചെറുകഥാസമാഹാരത്തിന്റെ പ്രകാശനം നടത്തി. സംവിധായകൻ അമ്പിളി പ്രകാശനം നിർവഹിച്ചു. ചന്ദ്രാപ്പിനി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പുസ്തകം ഏറ്റുവാങ്ങി. സതീഷ് കുമാർ വിശാഖപട്ടണം അധ്യക്ഷനായി. എഴുത്തുകാരി രേഖ മുരളീധരൻ പുസ്തക പരിചയം നടത്തി. SN യുവജന കലാസമിതി സെക്രട്ടറി PC രവി, സമസ്യ പബ്ലിക്കേഷൻ MD സുനിത, പ്രണവ് തലാശ്ശേരി, നൌമി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു.
കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഗ്രാൻഡ് ചൈൽഡ് അച്ചീവ്മെന്റിന് അർഹനായി മുക്കാട്ടുകര സ്വദേശിയായ വിദ്യാർത്ഥി. തൃശൂർ തോപ്പ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും മുക്കാട്ടുകര തൈക്കാടൻ സജീവ് ഇൻസി ദമ്പതികളുടെ മകനുമായ സെയിന്റ് ജോൺ സജീവാണ് നേട്ടത്തിന് അർഹനായത്. ഇലക്ട്രിക് ഗ്രാസ് കട്ടർ മെഷീൻ, റിമോട്ട് കാർ, സെൻസർ മെഷീൻ, ഇലക്ട്രിക്കൽ സ്റ്റാർ, വിവിധ തരം ഇലക്ട്രിക്കൽ ലാമ്പ് എന്നിവ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്താണ് റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. കേരള ശാസ്ത്രോത്സവത്തിൽ ഉപജില്ലാ തലത്തിൽ തുടർച്ചയായി 4 വർഷം ബൈൻഡിങ്ങിന് 1ാം സ്ഥാനവും സെയിന്റ് ജോൺ കരസ്ഥമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ബാങ്ക് ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ച പണിമുടക്ക് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. 3 ദിവസത്തിലധികം തുടർച്ചയായി അവധി വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2 ദിവസത്തിൽ കൂടുതൽ ബാങ്കുകൾ അടച്ചിടാതിരിക്കാൻ വേണ്ട നിയമനിർമ്മാണം വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,915 രൂപ, പവന് 1,19,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. റിപ്പബ്ലിക് ദിന പ്രൗഢിയിൽ രാജ്യം. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിന പരേഡ് ആവേശമായി. ഭരണഘടനാ അവകാശങ്ങൾക്ക് നേരെ നടക്കുന്ന വെല്ലുവിളികളെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ നഗരത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന റാലി വർണ്ണാഭമായി. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പൂങ്കുന്നത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷം. പൂങ്കുന്നത്തെ കുപ്പിക്കഴുത്ത് പൊട്ടിക്കാൻ നടപടിയില്ലാത്തത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നു. തൃശൂർ നഗരത്തിൽ കഞ്ചാവ് വേട്ട. വഞ്ചിക്കുളം പാർക്ക് പരിസരത്ത് നിന്ന് 3 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. പേരാമ്പ്രയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാൽനടയാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. ദേശീയപാത മണ്ണുത്തിയിൽ KSRTC ബസ്സിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് ബസിന്റെ വീൽ ഊരിത്തെറിച്ചു. യാത്രക്കാരെ വലച്ച് പൈങ്കുളം റെയിൽവേ ഗേറ്റ്. അടിയന്തരമായി മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി അന്താരാഷ്ട്ര നാടകോത്സവം തുടരുന്നു. കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെയും പ്രിയ കഥാപാത്രങ്ങളെയും സമന്വയിപ്പിച്ച് അരങ്ങേറിയ നാടകം ശ്രദ്ധേയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.